ഗൈസ് ഇന്ന് എനിക്ക് ഫസ്റ്റ് ഓൺലൈൻ ഓർഡർ കിട്ടിയ ഒരു ദിവസമാണ്. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഹലോ പേരീസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് ഞാനൊരു ഔട്ട്ഡോർ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങോട്ടാണ് പോണത്? പറയാൻ പറ്റില്ല, ചിലപ്പോൾ പള്ളിക്കസാറാവും, ചിലപ്പോൾ കൊണ്ടോട്ടി ആവട്ടാ, ഉറപ്പില്ല. എങ്ങോട്ടാ ആദ്യം വണ്ടിയിട്ടുണ്ട് ആ വണ്ടി നമ്മൾ കയറിപ്പോവില്ല. ഇതിന് കുട്ടികൾ രണ്ടായപ്പോൾ പിന്നെ ഞാൻ പണ്ടത്തേക്കാൾ മടിയായി എനിക്ക് പുറത്ത് പോകാനോ എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ പോലും എനിക്ക് സാധനം വാങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വെയ്യ ഒന്നിനും പോകാനെന്നുള്ള ഒരു രീതിക്കായി. ഈ പ്രാവശ്യം വിചാരിച്ചൊന്ന് പുറത്തേക്ക് പോകാൻ മോർണിംഗ് കൊണ്ട്, കാരണം അങ്ങനെ പോവാതെ അങ്ങനെ സ്റ്റക്കായിപ്പോയി, ആ ഒരു കംഫർട്ട് സോണിൽ അങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതിനൊക്കെ ഒരു ചേഞ്ച് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങണ പേരും പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോകുക അല്ലേ. ഇന്നത്തെ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരു ഓൺലൈൻ ഓർഡറാണ് കേട്ടോ കിട്ടിയത്. ഓഫ്ലൈനായിട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഓൺലൈനായിട്ട് ഒന്നേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് പോസ്റ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ദിനുവിന് ആവശ്യമുള്ള കുറച്ച് സ്റ്റേഷനറി ഐറ്റംസും വാങ്ങാനുണ്ടായിരുന്നു. അത് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഓൾറെഡി എൻ്റെ ഡെയിലി ഗോൾസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ഗോൾ ഇതായിരുന്നു, ഒരു ഔട്ട്ഡോർ വീഡിയോ വ്ളോഗ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. ആ ഒരു സംഗതി എങ്ങനെ ചെയ്യും, എപ്പം ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഒരു ഓർഡർ കിട്ടിയതും അതോടൊപ്പം തന്നെ ഈ ഒരു സാധനം വാങ്ങാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തു വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. മോനമ്മൻ്റെ അടുത്താക്കിയിട്ട് പോയതായിരുന്നു. ബോർഡ് ആണ്, വൈറ്റ് ബോർഡ്. ചെറുത് വരുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പല്ലേ. വൈറ്റ് ബോർഡ് വാങ്ങാൻ പോയതായിരുന്നു കേട്ടോ. ഓൾറെഡി ഒന്ന് ഉണ്ടായിരുന്നു, അത് കേടുവന്നപ്പോൾ വേറെ ഒന്ന് വാങ്ങാൻ പോയതായിരുന്നു. അതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ള മാർക്കർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. വൈറ്റ് ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ചെറിയ കുട്ടികളുള്ള മദേഴ്സിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കുട്ടികൾക്ക് അതേപോലെ തന്നെ നോട്ട് നോക്കി പഠിക്കാനൊക്കെ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഈ വൈറ്റ് ബോർഡ് ഒന്ന് വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും അതിൽ എഴുതാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, ഡിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ അവരൊരുപാട് പ്രാവശ്യം ഇങ്ങനെ എഴുതി അതിൽ പഠിച്ചോളും. പിന്നെ അത് മാത്രമല്ല, വെറുതെ ഇരിക്കുന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ ചിത്രം വരയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവസാനം അങ്ങനെ അവർ പഠിച്ച കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഓട്ടോമാറ്റിക്കലി എഴുതാൻ തുടങ്ങും. അതുകൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ വൈറ്റ് ബോർഡ് വാങ്ങുന്നത്. അങ്ങനെ വൈറ്റ് ബോർഡ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാമെന്ന്. ഇവിടെ വരണമെന്നോ സൂപ്പർ മാർക്കറ്റിൽ കയറണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. വരുമ്പോൾ എനിക്ക് വേറെ കുറേ പ്ലാനുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സൂപ്പർ മാർക്കറ്റിൽ കയറേണ്ടി വന്നു. അതിനിടയിൽ ഓനൊന്ന് കരഞ്ഞു, അവിടെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ എൻ്റെ മൂടൊക്കെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ബാക്കി വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ സൂപ്പർ മാർക്കറ്റിൽ മുകളിൽ സ്റ്റേഷനറി ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിൽ കുറേ മാർക്കർ വാങ്ങിയിട്ടോ, കുറേ മീൻസ് ഒരു 4 കളർ വാങ്ങിയിട്ടോ. അങ്ങനെ വെറൈറ്റി കളേഴ്സ് വാങ്ങുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ടും എഴുതാൻ വേണ്ടിയിട്ടൊക്കെ. അതുകൊണ്ട് 4 കളറിലുള്ള മാർക്കേഴ്സ് വാങ്ങി. പിന്നെ ഒരു ഡസ്റ്ററും വാങ്ങിയിട്ടോ. നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ അവിടെ. മറ്റ് ഈ സ്റ്റേഷനറിനേക്കാളും നല്ല റേറ്റ് കുറവായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ. പിന്നെ വീഡിയോ പിടിക്കുന്നത് മോനാണ് കേട്ടോ. അതാണ് ഒരു ഭൂമികുലുക്കം ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഓനല്ലേ ഉള്ളൂ വീഡിയോ പിടിച്ച് തരാൻ, വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൻ്റെ കയ്യിലായിരുന്നു ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് കുറച്ച് കോഴ്സുകളെ കുറിച്ചിട്ടൊക്കെ അറിയാനുണ്ടായിരുന്നു. ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്നോ ഞാൻ വിചാരിച്ച കോഴ്സുകളുണ്ടോ, അഫോർഡബിൾ ആയിട്ടുള്ള ഫീൽ എനിക്ക് കിട്ടുമോ എന്നൊക്കെ അറിയണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ കുറച്ചൊന്ന് കറങ്ങിട്ടോ, അവിടെ മുഴുവനൊന്ന് കറങ്ങി വിചാരിച്ച കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടെ അടുത്ത് തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പോവാം. കുറേ ആയിട്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ഒന്ന് പോയിട്ട് അന്വേഷിക്കണമെന്ന്. അപ്പം ഞാനും എൻ്റെ മോനും തന്നെ പോയിട്ട് അന്വേഷിച്ചു. അപ്പോൾ സന്തോഷമായിട്ടോ, എല്ലാ കാര്യങ്ങളും ഒന്ന് അറിഞ്ഞു. വിചാരിച്ച പോലെ തന്നെ ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത പോലെ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ഇയർ ആവാനൊന്നും കാത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് എപ്പോഴാണോ അത് കഴിയുന്നത് ആ സമയത്ത് തന്നെ നമുക്കത് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. എനിക്കിപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2025 ആവാനൊന്നും കാത്തിക്കണ്ടല്ലോ, അതിന് മുൻപ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഓരോ ഗോൾ സെറ്റ് ചെയ്തതായിരുന്നു.
കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു. ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മാക്സിമം ഞാൻ ചെയ്യും, ട്രൈ അല്ല, ഐ വിൽ ഡു ദാറ്റ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ബോർഡാണ് കേട്ടോ ഇത്. ഭയങ്കര യൂസ്ഫുള്ളാണ്. മദേഴ്സിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള ബോർഡിൽ വലുതാക്കിയിട്ട് നമ്മൾ എഴുതി കൊടുക്കുകയാണ്, അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ മദേഴ്സ് ഇതൊന്ന് നോട്ട് ചെയ്യുക, ആവശ്യമുള്ളവരൊന്ന് വാങ്ങിയിട്ട് കുട്ടികളെ പഠിപ്പിക്കട്ടോ. ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്തായിരുന്നു മോൻ എഴുന്നേറ്റുണ്ടായിരുന്നത്. ഒരു 1.5 മണിക്കൂർ ഓന് ഉറങ്ങിട്ടോ. അപ്പോൾ ഇമ്മക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ വണ്ടി ഇറങ്ങലും ഓന് എഴുന്നേൽക്കലൊക്കെ ഒപ്പരായിരുന്നു. അതുകൊണ്ട് വലിയ അലമ്പൊന്നും ഉണ്ടായില്ല. ഭയങ്കര സന്തോഷം. എല്ലാ കാര്യങ്ങളും നല്ല കൂളായിട്ട് തന്നെ മുന്നോട്ട് പോയി. അപ്പോൾ ബോർഡിൽ മോൻ എഴുതി നോക്കുകയാണ് കേട്ടോ. മുൻപ് വാങ്ങിയിട്ടുണ്ടായിരുന്ന ബോർഡിൽ റേസ് ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടെന്ന് റേസ് ആവില്ലായിരുന്നു. ഇത് റേസ് ആവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.